അതെ, മീറ്റ് പപ്പി. ഞങ്ങൾ 1 തൊട്ട് 10 വരെ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ. അന്നും ഇന്നും ഒരേ വൈബാണ് ഞങ്ങൾക്ക്. അതേ കുരുത്തക്കേടും, അതേ സ്നേഹവും, അതേ പരദൂഷണ പറച്ചിലും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ തന്നെ കൊച്ചിൻ്റെ 1ാമത്തെ ബർത്ത്ഡേക്കാണ്. ഞങ്ങളുടെ കൂടെ ആദ്യമായിട്ട് കല്യാണം കഴിച്ചതും ആദ്യമായിട്ട് കൊച്ചുണ്ടായതും അവൾക്കാണ്. പഠിച്ചതൊക്കെ ഗേൾസ് സ്കൂളിലായതുകൊണ്ട് തന്നെ കുറച്ച് ഗേൾ ഫ്രണ്ട്സ് മാത്രമേ എനിക്കുള്ളൂ. അതിൽ എണ്ണി പറയാൻ പറ്റുന്ന കുറച്ച് പേരുമായിട്ടാണ് ഞാൻ ഇന്നും കൂട്ട്. ഈ പോകുന്ന റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടേക്കുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. പോകുന്ന വഴിക്കൊക്കെ എൻ്റെ കൈയൊക്കെ നല്ല പോലെ ചുമന്നിട്ടുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഇതാണ് കൊച്ചും കൊച്ചിൻ്റെ തള്ളയും. ഇവരുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. കൊച്ചിൻ്റെ പേര് സഡോക്ക്. ഞങ്ങൾ ചടുകുടു എന്ന് മാത്രമാണ് വിളിക്കാറ്. ഉറക്കപ്പിച്ചായതുകൊണ്ട് തന്നെ കൊച്ചെന്തായാലും അടിക്കാതെ തന്നെ വെറുതെ വിട്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും കുറച്ച് പരിപാടികൾ മാത്രമാണ് കണ്ടുമുട്ടാറ്. കണ്ടുമുട്ടുന്ന പരിപാടികളൊക്കെ ഞങ്ങൾ കുറച്ച് അധികം നേരം സ്പെൻഡും ചെയ്യാറുണ്ട്. അവരുടെ വീട്ടിൽ ടെറസിൽ തന്നെയാണ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ അടുത്ത ടെൻഷൻ. കാര്യം മാനം കറുത്ത് വരുന്നുണ്ട്, മഴ എങ്ങാനും പെയ്യുമോ എന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത ടെൻഷൻ. ദൈവഭാഗ്യം എന്ന് പറയാൻ മഴയൊന്നും പെയ്തിട്ടില്ല. ക്യാമറ കാണുമ്പോൾ കൂടെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ചിരിക്കുന്നതും കുറ്റം പറയുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ ഞങ്ങളുടെ സ്ഥിര ഏർപ്പാടാണ്. ഇടയിൽ കൂടെ അതിമനോഹരമായിട്ട് തന്നെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര പീസ് കേക്ക് കിട്ടും എന്നതായിരുന്നു. എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഒറ്റ പീസ് കേക്ക് കിട്ടി. ചോദിച്ച് വാങ്ങിക്കാൻ മടിയില്ലാത്ത കൂട്ടത്തിലെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഒരു പീസ് കേക്കും കൂടെ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. കേക്ക് എത്ര തിന്നാലും മതിയാവാത്ത ഫൗസിയോട് ഒറ്റ കേക്ക് കൊടുത്ത് അവരോട് വേണം ആദ്യം പറയാൻ. ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ സഡോയുടെ ഈ കയ്യിലിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ കിട്ടാത്തത് കൊണ്ട് തന്നെ അവളുടെ ഷാളിൽ തന്നെ അവൾ കൈയും തുടച്ചിട്ടുണ്ട്. അടുത്ത എന്തായാലും ഫുഡ് അടിക്കാനാണ് പരിപാടി. മെനഞ്ഞാതങ്ങോട്ട് കമ്പി ലൈറ്റ് ചെയ്തേ ഉള്ളൂ. എന്നാലും സമാധാനത്തിൽ പത്തിരി ഇരുന്നേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് പായസവും കൊണ്ടുവന്നു. ഗണപതിക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. പോകുന്ന വഴിക്ക് വലിയ ആൾക്കാരുടെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. ഒരു കാരണമില്ലെങ്കിലും അതും പോയി കണ്ടു. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ പുറകെ പറയാം. സീസൺ